നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ വീട്ടിലെത്തിയപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങി. അടുത്തുള്ളൊരു ബേക്കറി പോവുകയാണ്. നാളെ അപ്പുവിൻ്റെ ബർത്ത്ഡേ ആണ്. അതിന് ഇന്ന് രാത്രി കേക്ക് കട്ടിങ് ഉണ്ട്. അതിനൊരു കേക്ക് ഓർഡർ ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം വേറൊരു സ്ഥലം വരെ പോകുന്നുണ്ട്. ഷാർജ യൂസ്ഡ് കാർ മാർക്കറ്റ് വരെ പോകുന്നുണ്ട്. അവിടെ എന്തിനാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വൈഫിന് കാർ എടുക്കാൻ നേരത്തെ അവൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കാണുക, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ കാണാൻ തുടങ്ങുന്നു. പക്ഷേ നമ്മൾ അങ്ങനെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ കഴിവിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. ഞാൻ ദുബായിയുടെ ഒരു പൊട്ടൻഷ്യൽ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഈ ഷാർജ മാർക്കറ്റിൽ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ കാറിൻ്റെ വീഡിയോ എടുത്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലിട്ട് അത് ഗ്രോ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ്. അവിടെ പോയി നമ്മൾ ഈ കാർ സെല്ലേഴ്സിനെ അപ്രോച്ച് ചെയ്യണം. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവരാരും നമ്മളെ ഒരു വീഡിയോ എടുക്കാൻ നമ്മളെ എൻകറേജ് ചെയ്യിപ്പിക്കുന്നില്ല. ഞാൻ 3-4 ഷോപ്പുകളിൽ ചോദിച്ചു. 1-2 പേര് ജസ്റ്റ് പുറത്തുനിന്ന് എടുത്തോളാൻ പറഞ്ഞു. പക്ഷേ കാറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാമെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും അവർ കാണിക്കത്തില്ല. ഇതുകൊണ്ടായിരിക്കാം ഇങ്ങോട്ട് ഒരു എൻട്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇവരുടെ ഷോപ്പിനകത്തേക്ക് ഒരു കാറിൻ്റെ വീഡിയോ എടുത്ത് ഇതിൻ്റെ പുറത്ത് കാറ് തുറന്ന് വീഡിയോ കാണിച്ച് ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാൽ ആ എൻട്രി ബാരിയർ ഭയങ്കരമാണ്. അതുകൊണ്ടായിരിക്കാം ഈ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒന്നും കൂടുതൽ കാറിൻ്റെ ഈ സെയിൽസിനുള്ള വീഡിയോ കാണാത്തത്. അപ്പം അതിൻ്റെ ഒരു എൻട്രി ബാരിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. സോ അപ്പോൾ ഇവിടെ എൻട്രി ചെയ്യാൻ പറ്റിയാൽ അങ്ങനെ ഇവരുടെ കൂട്ടത്തിൽ ചേർന്ന് വീഡിയോ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പക്ഷേ ആ എൻട്രി ബാരിയർ ഭയങ്കരമാണ്. എന്തായാലും ഞാൻ ഇന്ന് കുറേ കടകൾ കയറി ചോദിച്ചു. 1-2 പേര് സമ്മതിച്ചു. 1-2 വീഡിയോകൾ എടുത്തു. പക്ഷേ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. 7 കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നു. ദുബായിൽ തുടങ്ങാൻ വേണ്ടി ഞാൻ ലൈസൻസ് എടുത്തിട്ടിരിക്കുന്ന ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 11:30 ആയി. നല്ല ട്രാഫിക്കാണ്. വീട്ടിലെത്തി പെട്ടെന്ന് കിടന്ന് ഉറങ്ങണം. പോട്ടെ, ശരി, ബൈ.